സ്ഥാനാർത്ഥിയായി രാഹുൽ മതി. ഈ കിളവന്മാർ ചേർന്ന് ഇതാ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ കുളയട്ട, ഈ പ്രസ്ഥാനത്തിന്റെ രക്തം ഊറ്റിക്കുടിച്ച് വീർത്ത സകല കള്ളക്കമ്മട്ടകൾക്കും കൊടപിടിച്ച് കമ്മീഷൻ മേടിച്ച് കള്ളപ്പണത്തിന്റെ രാജാവായി മാറി നടക്കുന്ന ഇവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മൊത്തം വിലക്കെടുത്ത് ഇപ്പോൾ ഇമേജ് ബിൽഡിങ്ങിനായി യാത്ര നടത്തുകയാണ്. ഇവന്റെ യാത്രയിൽ നോക്കുക, ഒരൊറ്റ യുവനേതാക്കന്മാരുണ്ടോ? ഈ പാർട്ടിയിലെ യുവനേതാക്കന്മാരുടെ കൂമ്പുവാട്ടി അവരെ ഇല്ലാതാക്കി യാതൊരു ഇമേജുമില്ലാത്ത ഈ നെട്ടൂർക്കേക്കച്ചൻ ഒരു മാധ്യമത്തിന് പണം കൊടുത്ത് അവാർഡും മേടിച്ചിട്ട് അവൻ കേരള യാത്ര നടത്തുകയാണ്. അവൻ്റെ കൂടെയുള്ള കുറേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറേ കടൽ കിഴവന്മാർ മാത്രമാണ് ഇയാളുടെ കൂടെ ഉള്ളത്. എന്നിട്ട് ഇവനെ കാശ് കൊടുത്ത് കുറേ മദ്യവും മേടിച്ച് കൊടുത്ത് നടക്കുന്നവന്മാർ എടുത്തുകൊണ്ട് നടക്കുന്ന ഫോട്ടോയും ജയ് വിളിക്കുന്നതുമൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ ഈ കേക്കച്ചൻ്റെ PR ഏജൻസികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, സുപ്രീം കോടതി ഇവന്മാർക്കെതിരെ ശക്തമായ ഒരു നിരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ഭർത്തൃമതികളായവന്മാർ പരാതിയുമായി, പീഡന പരാതിയുമായി വന്നാൽ അത് ചവറ്റുകൊട്ടയിൽ എറിയുക, അത്തരം പരാതികൾ ബലാത്സംഗ കാറ്റഗറിയിൽ നിൽക്കുകയില്ല എന്ന പ്രഖ്യാപനം വന്നതോടുകൂടി ഇവന്മാർ നാണം കെട്ടു, കോടതിയിൽ തോറ്റു എന്ന് ബോധ്യമായിട്ട് പോലും രാഹുൽ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് ഇവന്മാർ എടുക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പിണറായി വിജയന്റെ ഏജന്റാണ് ഇവൻ എന്ന് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് പിണറായി വിജയൻ എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടായോ അപ്പോഴെല്ലാം ശ്രദ്ധ തിരിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വിഷയം, പ്രത്യേകിച്ച് ഇതാ രാഹുലിന്റെ വിഷയം എടുത്തിട്ട് കൊടുത്ത് ആ ഭരണകൂട വിരുദ്ധ വികാരം കുറയ്ക്കുന്നതിൽ സഹായിച്ച വ്യക്തിത്വമാണ് ഈ വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കി കളഞ്ഞ ആ നെട്ടൂർക്കേക്കച്ചൻ അവനിപ്പോൾ വീണ്ടും ഇതാ അവനൊരു പ്രതിസന്ധി വന്നപ്പോൾ ഈ വി ഡി സതീശനെതിരെ ഞങ്ങൾ മിഷൻ 250 എന്ന ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പൊള്ളിയത് ഇവിടുത്തെ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനാണ് എനിക്കെതിരെ 4 കള്ളക്കേസുകൾ കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു, രാഹുലിനെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വറെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു, എന്നെയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനുള്ള ശ്രമങ്ങൾ ഇവന്മാർ പരമാവധി പരിശ്രമിച്ചു. എനിക്കെതിരെ 4 കേസുകളാണ് ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചത്. പക്ഷേ ആ 4 കേസുകളിലും ഇവന്മാർ കോടതിയിൽ നാണം കെട്ടു. ആ കഴിഞ്ഞ 4ാമത്തെ കേസിലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കോടതി എനിക്ക് ജാമ്യം ലഭിച്ചു. ഇവന്മാർ നാണം കെട്ടുപോയി. ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സതീശനൊരു വിഷയം വന്നാൽ സഹിക്കാൻ വയ്യാത്തത് ഒരാളുണ്ട്, ഇവിടെ പിണറായി വിജയൻ. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. രാഹുലിന് നീതി തേടി i2 ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 119ാം ദിനമായി ഇന്ന് ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ആദ്യത്തെ 60 ദിവസത്തിന് ശേഷം നമ്മളിതാ വീണ്ടും മിഷൻ 250 ആരംഭിച്ചപ്പോൾ അതിൻ്റെ 119ാം ദിനമാണ് ഇന്ന് മൊത്തത്തിൽ കൃത്യമായി പറഞ്ഞാൽ 179 ദിവസങ്ങളായി രാഹുലിനെതിരെയുള്ള ഈ വേട്ടയ്ക്കെതിരെ നമ്മളുടെ ക്യാമ്പയിൻ ആരംഭിച്ചിട്ട്. തുടക്കം എങ്ങനെയാണോ അതേ ആവേശത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി കേൾക്കുവാൻ പോകുന്നത് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്കാണ്. ആ പ്രതികരണങ്ങൾ കേൾക്കുക. പേര് തോമസ് എന്നാണ്. എൻ്റെ വീട് കുറവലങ്ങാടാണ്. 72 വയസ്സുണ്ട്. ഞാൻ സാറിൻ്റെ ചാനൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നും നേരത്തെ മുതലേ. പിന്നെ ആഗസ്റ്റ് 20 മുതൽ രാഹുലിൻ്റെ കാര്യവും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകത്തുള്ള സകലമാന മനുഷ്യരും മലയാളികൾ സാറിനോട് പറയുന്നതും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട് രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി നിൽക്കണം. അതുപോലെ തന്നെ ഇവിടെ പറവൂർ സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്നുണ്ട്. എന്നാൽ സതീശൻ വീട്ടിൽ പോയിരിക്കുകയുള്ളൂ. അവൻ്റെ ആ സി എം ഉടുപ്പൊക്കെ പാകത്തിരിക്കുകയുള്ളൂ. CM കസേരയും ഉടുപ്പും പാകത്തിരിക്കുകയുള്ളൂ. അവന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പം രാഹുൽ സ്വതന്ത്രനായി നിൽക്കും എന്നുള്ള ചിന്തയിലാണ് ഇരുന്നത്. പക്ഷേ ഒരു കാര്യം രാഹുൽ കഴിഞ്ഞ ദിവസം ആഷ്മിയോടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പാർട്ടി അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ പുറത്ത് നിൽക്കാനാണെങ്കിൽ പുറത്ത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി സമ്മതിക്കാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. രാഹുൽ നിൽക്കാതെ വേറൊരാളെ നിർത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുള്ളത്,
ഇവന്മാര്, അതായത് രമേശും ഗിമേഷും ഈ സതീശനും ഈ മുരളി ആര് വന്നാലും അവനൊക്കെ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ അടുത്ത് പ്രസംഗിക്കാൻ വരുമല്ലോ. അന്നേരം ഒറ്റ പ്രതിഷേധം മതി. ഇവർ 4 നേരം അങ്ങനത്തെ കഷായം ചെന്ന് കഴിയുമ്പോഴല്ലോ ഇവനൊക്കെ മാനം മര്യാദ പഠിക്കും. രാഹുലിനെ തിരിച്ചെടുക്കാതെ നീയൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട എന്ന് ഒരു 4 യുവാക്കൾ കൂടി പറഞ്ഞാൽ മതി. 4 യുവാക്കൾ എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ അന്ന് പറയണം, അതിന് വേറെ ഐഡന്റിറ്റി കാർഡൊന്നും കാണിക്കണ്ടല്ലോ. നീ രാഹുലിനെ എടുക്കാതെ നീ എന്നെ കുറ്റം കൊണ്ട രാഹുലിനെ പുറന്തള്ളിയത്. രാഹുലിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം മാറ്റിയ സമയത്ത് ഒരു പരാതി വന്നിട്ടില്ല. മറ്റേ അവൻ്റെ ആ കീപ്പ് റിനി പറഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു ആരോപണം. അഹൂ കേസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഒരു അറിവുമില്ല. ആ സമയത്ത് ഇവൻ ശക്തമായ നടപടിയെടുക്കും. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ എടുത്തത് നമുക്കറിയാമല്ലോ. അവൾ പറഞ്ഞുകൊണ്ടല്ലേ ഇവൻ എടുത്തത്. ഈ സതീശനും അവളും കൂടിയാണ് ഈ ഗൂഢപദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് അത് സാറിന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ സാറ് വളരെ 100 തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവന്മാർ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ അടുത്തോട്ട് പ്രസംഗിക്കാൻ ഇറങ്ങുമ്പം പിന്നെ യൂത്ത് കോൺഗ്രസ്സിൽ പെട്ട കുറച്ച് ആളുകളായാലും ഇവനെ തടഞ്ഞിട്ട് നീ രാഹുലിൻ്റെ കാര്യം തീർത്തിട്ട് പ്രസംഗിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 4 നേരം അങ്ങനെ ചെന്ന് കഴിയുമ്പോഴല്ലോ ഇവന്മാർ തന്നെത്താൻ രാഹുലിൻ്റെ പ്രശ്നം പരിഹരിക്കും. ഇല്ലാതെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടൊന്നും ഇവന്മാർ കേൾക്കുന്നില്ലല്ലോ. ഇത്രയായിട്ടും ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പോൾ കണ്ടോ മറ്റവൾ ഷഹനാസ് ഇത് കൂടി തന്തയില്ലാത്ത വർത്താനം ഒരുപാട് എന്തുമാത്രം തവണയാണ് കോഴി താറാവെന്നും കൂടെ വിളിക്കേണ്ടതായിരുന്നു അവൾ. അങ്ങനെ എല്ലാം വിളിച്ചിട്ട് ഒരാൾ പോലും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇവളെയൊക്കെ ചട്ടക്കയറ്റി നിർത്തിയേക്കുമല്ലേ ഇങ്ങനെ പറയാൻ വേണ്ടി. അത് സാറിനും അറിയാം, എനിക്ക് അത് അങ്ങനെയാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയിപ്പോൾ ഇവന്മാരുടെ അടുത്ത് സന്ധി സംഭാഷണം കൊണ്ടോ ഒരു കാരണം കൊണ്ടും ഇത് വിജയിക്കണമെങ്കിൽ ഇനി ഈ ഒരു പരിപാടി ചെയ്താൽ മതി. ഇവന്മാർ പ്രസംഗിക്കാൻ വരുമ്പം കുറേ യുവാക്കൾ ഇറങ്ങിയിട്ട് തടയണം. ഇവന്മാരെ തടഞ്ഞേച്ച് ശരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യണം. പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നീ രാഹുലിൻ്റെ കാര്യം തീർത്ത് ഇവിടെ പ്രസംഗിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ ഒരു 4 നേരം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇത് വരുമ്പോണ്ടല്ലോ തന്നെത്താൻ യുവന്മാർക്ക് അത് നിർവാഹമില്ലാതെ വരും. പക്ഷെ സാറേ, ജനങ്ങളല്ലേ ഇതിൻ്റെ എല്ലാം പരമാധികാരികൾ. ജനങ്ങൾ കഴിഞ്ഞിട്ടല്ലേ യുവന്മാരുള്ളൂ. ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ട യുവന്മാർക്ക്. അപ്പം പരമാധികാരി നമ്മുടെ ഡെമോക്രസിയിൽ അതാണല്ലോ, ജനങ്ങളാണല്ലോ ഏറ്റവും ടോപ്പ്. അപ്പോൾ അവന്മാരെ ഈ ജനങ്ങളെ ടോപ്പിലുള്ള ആളുകളെ ഊമ്പിച്ച് ഇവനൊക്കെ ഈ മന്ത്രി കസേരയും മുഖ്യമന്ത്രി കസേരയൊക്കെ കണ്ടോണ്ട് അങ്ങനെ ഇരിക്കണ്ട. ജനങ്ങളുടെ അധികാരം എന്താണെന്നുള്ളത് ഇവന്മാർ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ 4 യുവന്മാർക്കെതിരെ സമരം ചെയ്യണം. ഈ ആളുകൾക്ക് വെച്ചാൽ ഇവന്മാരെ അവിടെ നമ്മുടെ നാട്ടിൽ കൂടെ വരുമല്ലോ. നമ്മുടെ നാട്ടിൽ കൂടെ ഇവരുമാർ പ്രസംഗിക്കാൻ വരുമ്പോൾ കുറച്ച് യുവാക്കൾ ഇറങ്ങി തടഞ്ഞാൽ മതി. തടയുക എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം. പിന്നെ നീ രാഹുലിൻ്റെ കാര്യം തീർത്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി വേണം പ്രസംഗിക്കാൻ. രാഹുൽ എന്നാ കുറ്റം ചെയ്തേ? അത് തന്നെയല്ലേ ഇപ്പോൾ കോടതി വിധി ഇത്രയും വന്നില്ലേ? ഇതിന് വന്നിട്ട് അവന്മാർ അനങ്ങുന്നുണ്ടോ? വെറുതെ പേര് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ എം വിൻസെൻറ്റും എൽദോസും ഒക്കെ അവിടെ നിയമസഭയിലിരിക്കുന്നത് അതിൻ്റെ ഇത് 2 നീതിയാണോ? ഒരു നീതിയല്ലേ വേണ്ടേ? അതുകൊണ്ട് ഒരു കാരണവശാലും ജനങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. യുവമാരെ തടയണം. യുവമാരെ തടഞ്ഞ് വഴി തടഞ്ഞ് യുവമാർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വഴി തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ യുവമാർ തന്നെ മാറും. ഇല്ലെങ്കിൽ യുവമാർ പിന്നെയും രാഹുലിനെ ഇട്ട് വിഷമിപ്പിക്കുകയുള്ളൂ. രാഹുൽ ഈ പള്ളിയിലച്ചന്മാരുടെ സ്വഭാവം കൊണ്ടിരുന്ന കാര്യമില്ല. അതായത് അങ്ങനെയാ പറയുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിൻ്റെ നിയമം പറഞ്ഞിട്ട് കാര്യമില്ല. യുവമാരുടെ പോലെയുള്ള നിയമം വേണം. അല്ലാതെ ലോകത്തിലൊന്നും ഈ കാര്യം തീരെയല്ല. രാഹുൽ പാലക്കാട് നിർത്തണമെങ്കിൽ രാഹുൽ പാലക്കാട് തന്നെ നിൽക്കണം. പാലക്കാട് നിന്നാൽ അവൻ ഈസി ആയിട്ട് ജയിച്ചു പോകും. വേറെ ഒരു ഇൽഫൈമും ഇല്ല അവിടെ. അതുകൊണ്ട് ഇവന്മാരെ തടയുക എന്നുള്ളതാണ്, ഇവന്മാർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പയ്യനെ വീണ്ടും എടുത്തിട്ട് അലക്കുവാണ് എല്ലാവരും അല്ലെ. ഞാൻ ഒരു തീരുമാനം ഞാൻ അങ്ങനെ ഓർക്കുന്നു, ആ പയ്യൻ എവിടെയെങ്കിലും ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ടിക്കറ്റിന് ഭയങ്കര വില, എന്നാലും കുഴപ്പമില്ല, വന്ന് ആ പയ്യന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ എന്ത് തോന്നിയവാസല്ലേ ഇത്, ശരിക്കും എന്ത് അനീതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ. തീർച്ചയായും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ചെയ്യുന്നു. പറയണം, നിങ്ങളെ ഒരേ ഒരു ചാനൽ മാത്രമാണ് ഇപ്പോൾ ഇതിനുവേണ്ടി സത്യസന്ധമായിട്ട് സംസാരിക്കുന്നുള്ളൂ. കാര്യം ഷാജൻ എൻ്റെ ഫ്രണ്ടാണ്, ഷാജൻ സ്കറിയ.
പക്ഷെ ഞാൻ പുള്ളിനെ പല പ്രാവശ്യം തെറി വിളിച്ചിട്ടുണ്ട്. പറയും ചില കാര്യങ്ങളിൽ പുള്ളി ഒരു രീതിയിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ ചാനലിനോടാണ് എനിക്ക് ഏറ്റവും താല്പര്യം ഞാൻ പറയുകയും ചെയ്തു. അവൻ ചുമ്മാ കള്ളം മാത്രമാണ്, പകുതി കള്ളം പറയും, പകുതി ഇപ്പൊ ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. എനിവേ, ഞാനിപ്പോ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ആ പയ്യനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പറയാൻ കാരണം അത് മാങ്കൂട്ടത്തിനെ പറയാൻ, ആ പയ്യനെ കൊലക്കി കൊടുക്കുകയാണ് എല്ലാരും കൂടി. ഒരു മനുഷ്യൻ ചുമ്മാ ആവശ്യമില്ലാതെ പറയാം. ഞാനൊരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മളെല്ലാം ആണുങ്ങളാണ്. ഈ ചക്കരക്കുടത്തിൽ കൈയിടണമെങ്കിൽ നക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പെർഫെക്റ്റ് ഉണ്ടോ? പണ്ട് യേശുക്രിസ്തു പറഞ്ഞ രീതിയിൽ തെറ്റിയാത്തവരുണ്ടെങ്കിൽ കല്ലെറിയാൻ പറഞ്ഞ രീതിയിൽ ആരാണ് തെറ്റിയാത്തവര്? ആണുങ്ങളും പെണ്ണുങ്ങളും. ഇന്ന് ഈ കേരളത്തിലുള്ള പ്രത്യേകിച്ച് മലയാളികൾ, ആണായാലും പെണ്ണായാലും, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല പെർഫെക്റ്റ് ആരെങ്കിലും ഉണ്ടെന്ന്. 100-ൽ 2-3 പേര് കാണും, അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും. പണ്ട് ഒരു കത്തോലിക്ക അച്ഛൻ എന്നോട് പറഞ്ഞ, ഒരു 15 വർഷം മുന്നേ, അച്ഛൻ കുമരകത്താണ്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് കുമ്പസാര രഹസ്യം ആരോടും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ അച്ഛൻ പറയണത്, കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ഡ്രൈവർ, ഭർത്താവ് അല്ലാതെ ഒരു ഡ്രൈവർ ഇല്ലാതെ ഒരു പെണ്ണില്ല. അതുമോണം ആണുങ്ങൾക്കാണെങ്കിലും ഭാര്യ അല്ലാതെ ഒരു കീപ്പില്ലാതെ ഒരു ആണുങ്ങളും ഇല്ലെന്ന്. ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയല്ലേ അച്ഛന്ന്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് സത്യമാണ്. അമേരിക്കയിലൊക്കെയാണ് എന്റെ പൊന്നു സുഹൃത്തെ, ഇത് ആദ്യം സോഷ്യൽ മീഡിയ അത് അവർക്കിട്ടാണ് പണി കൊടുക്കുന്നത്, അവരെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ആ പയ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമ്പള വന്നിരുന്നില്ല, ഒരു കാക്കാത്തി വന്നിരുന്നു, എന്തൊക്കെയാ പറയുന്നത്, എന്തോ വ്യക്തിപരമായ ഒരു വൈരാഗ്യം പോലെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ന്യൂസ് നിങ്ങൾ നല്ല രീതിയിൽ പറയണം. സത്യസന്ധമായിട്ടും ദൈവം നിങ്ങൾക്ക് അതിനൊരു ഇത് തരും. അത്ര ഞാൻ അങ്ങനെ ചിന്തിക്കുന്നയാളാ. ഞാൻ പിറവത്തുനിന്ന് ജോസ് കെ ജോൺ എന്റെ പേര്. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ പ്രവർത്തനമല്ല. കാരണം ഇത് ഉപജീവന മാർഗമാക്കിയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാരെ. ഇപ്പൊ രാഹുലിന്റെ കേസ് തന്നെ, AK ആന്റണി കോൺഗ്രസിന്റെ നേതാവായത് അന്ന് MA ജോണിനെ അന്നത്തെ KPC പ്രസിഡന്റ് ചവിട്ടിത്താഴ്ത്തിയോണ്ടാണ്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും കഴിവുള്ള ആൾക്കാരെ ചവിട്ടിത്താഴ്ത്തുക എന്നുള്ളത് ഇവരുടെ പാരമ്പര്യമാണ്. ഇപ്പോൾ തന്നെ ഈ സണ്ണി ജോസഫിന്റെ വോട്ട് ഫാദർ എന്ന് പറഞ്ഞാൽ ശരിക്കും സുധാകരൻ ഇല്ലെങ്കിൽ സണ്ണി ജോസഫ് ഉണ്ടാവില്ല, കണ്ണൂരിൽ കോൺഗ്രസ്സുകാരും ഉണ്ടാവില്ല. ഈ സണ്ണി ജോസഫ് ഞാൻ അടുത്ത കാലത്ത് ഒരു ദിവസം എറണാകുളത്ത് ജംഗ്ഷനിൽ വെച്ച് കണ്ടേ. ഞാൻ 80കളിൽ ഒരു പ്രവർത്തനായിരുന്ന സമയത്ത് നമ്മുടെ ഒരു നേതാവ് പോവുകയാണെങ്കിൽ ഒരു 100,000 ആൾക്കാർ, നേതാവിന്റെ പുറകെ 100,000 പ്രവർത്തകരുണ്ടാവും. ഈ KPC പ്രസിഡന്റ് വന്നു കയറി, ഒരു മനുഷ്യനായക്കടെ പുറകിലില്ല. അത് പറഞ്ഞ പോലെ ഇപ്പൊ ആന്റണിയും അതുപോലെയുള്ള ആൾക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പൊക്കിക്കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞവൻ ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഏജന്റാണ്. രാഹുൽ ഗാന്ധിയെ വിറ്റ് തിന്നുന്നവരത്തിനാണ് അവൻ. ഇപ്പോൾ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ ഇവരുടെ യാത്രയിൽ വന്നിരിക്കുന്ന പടുകിഴവന്മാർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ 140 സീറ്റും കോൺഗ്രസിന് കിട്ടും. പക്ഷേ ഇപ്പൊ വന്നേക്കുന്ന യാത്രയിൽ ആരെങ്കിലും ഒരു യുവ നേതാവ് ആരെങ്കിലും ഉണ്ടോ? കാരണം ഈ തൈക്കളവൻ യാത്ര എന്നാണ് ഇതിന് പേരിടേണ്ടത്. തൈക്കളവനല്ല, കലവൻ യാത്ര എന്ന് പറയാൻ പറ്റില്ല. തൈക്കളവനൊക്കെ കഴിഞ്ഞു, കലവൻ യാത്ര. അതിനകത്ത് ഈ മാത്യു കുഴൽനാടനൊക്കെ എങ്ങനെ വന്ന് പെട്ടു എന്നറിയാൻ പാടില്ല, ഇവരെ ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. കാരണം സീറ്റ് കിട്ടണമെന്നുണ്ടല്ലേ, നമ്പി നിന്നില്ലെങ്കിൽ അത് കിട്ടാതെ പോയാലോ. അത് തന്നെയാണ് അതിന്റെ കാരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ BJPക്ക് അടിയറ വയ്ക്കുന്ന KC വേണുഗോപാലിന്റെ അതുപോലെ തന്നെ ഉള്ള ആൾക്കാരുടെയും കീഴിലാണ്. രാഹുൽ ഗാന്ധിയെ വിറ്റുന്ന KC വേണുഗോപാലാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അന്തകൻ. എന്താണേലും പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പറയുന്ന ഏത് നേതാവിന്റെ സീറ്റിനെയും എടുക്കൽ ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ടല്ലോ രാഹുൽ മാങ്കോട്ടത്തിന് KK നായർ. അയാളൊരു മണ്ഡലത്തിൽ നിന്നാൽ സുഖമായി ജയിക്കും. KK നായർ എന്ന് പറഞ്ഞ ഒരാള് പത്തനംതിട്ട ജില്ല ഇന്നുണ്ടാക്കിയ പത്തനംതിട്ടയിലുള്ള പിതാവ് എന്ന് പറഞ്ഞ KK നായരാ. എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ മൈൻഡോടുകൂടി എവിടെ നിന്നാലും അവൻ ജയിക്കും. എന്റെ വേദനയോടുകൂടി പറയുകയാണ് സാറേ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. ഇപ്പൊ ജോളി മാഡം പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിന് എന്തെന്തൊരു കുളിർമ എന്നറിയാം. ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാര് ദിവസം സാറിന്റെ ചാനലൊന്നും കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമില്ല സാർ. ഇന്ന് ഞാൻ ആക്ച്വലി കോഴിക്കോടാണ്, പക്ഷെ എൻ്റെ രണ്ടാമത്തെ മകള് കോയമ്പത്തൂരാണ്. എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി പാലക്കാട് വരെ പോകേണ്ടി വന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ തന്നെ കോഴിക്കോടുള്ള ഒരാൾ
ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സതീശൻ നല്ലതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ സതീശനെ പറ്റി അറിയാത്തതിനെ കൊണ്ടാ. വളരെ നല്ല ആളാണ് അയാളാണ് ഈ കോൺഗ്രസിനെ തന്നെ ഇങ്ങനെ ആക്കിയതും മാക്കൂട്ടത്തിന് ഇങ്ങനെ ആക്കി. അതെയോ? ഞാൻ വേണമെങ്കിൽ പിണറായിനെക്കാട്ടിയും ഇനി അങ്ങോട്ട് താഴ്ന്നൊരു ആളില്ല, അത്രയും നല്ലൊരു മനുഷ്യനാണ് സതീശൻ തന്നെ. അതെയോ? ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ i2i ചാനൽ കാണും. അത് കണ്ടാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും. സത്യാവസ്ഥ ഉള്ളൊരു ചാനൽ അത്. 24 ഇല്ല, ഏഷ്യാനെറ്റും ഇല്ല, പിന്നെ മലയാള മനോരമ വരെ കാണില്ല. അത്യാവശ്യം സ്പീഡ് ന്യൂസ് മാത്രമേ കാണും. അതും കാണാൻ മനസ്സ് വരുന്നില്ല. സാറിൻ്റെ ചാനൽ കണ്ടില്ലെങ്കിൽ മാനസികമായി പുകഴ്ത്തല്ലേ, യാഥാർത്ഥ്യമാണിത്. കാരണം അത്രയും വിഷമമുണ്ട്. ഇവന്മാരെ വെച്ച് നിർത്താൻ പാടില്ല. കാരണം ഒന്നാമത് മുസ്ലിം ലീഗ് തന്നെ ഒരു ലീഗ് ഉണ്ടല്ലോ, ഘടകകക്ഷി. അവർക്ക് ഇതിലൊന്നും പറയാനും ചെയ്യാനൊന്നും ഇല്ലേ? ഒരു കാര്യമില്ല ഇവർക്ക്. ഇവർ മിണ്ടാതിരിക്കുക എല്ലാ കാര്യത്തിനും. അതിൽ പ്രഗത്ഭനായൊരു പിന്നെ പ്രാസംഗികനുണ്ട് ഷാജി, ഇവരൊക്കെ. പിന്നെ എല്ലാം മുതുകളവന്മാർ, സലാം, കുഞ്ഞാലിക്കുട്ടി, മജീദ്, ഇതെല്ലാം. ഇവരൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ ലീഗിൻ്റെ പല നേതാക്കന്മാരായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. ഇവർക്കറിയില്ല സാർ, ഞാൻ സാറിന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കൺട്രോൾമെൻറ്റ് ഹൗസും ക്ലിഫ് ഹൗസിലൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്, ഉറങ്ങിയിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളും കൂടിയാണ്. രാഷ്ട്രീയത്തിനെ പറ്റി നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ പിന്നെ പിൻവലിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ നടൻപാടുന്ന നാടകമുണ്ടല്ലോ, വളരെ വേദനയായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രശസ്തിയോടുകൂടി മുന്നോട്ട് വന്ന ചാനലുടെ i2i ചാനൽ. സാർ ഇത് പുരോഗമിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന് ജനലക്ഷങ്ങൾ സാറിൻ്റെ അടുത്ത്. ആ ജോളി എന്ന് പറഞ്ഞ സ്ത്രീ 6 ലക്ഷം ആളാണ്. 6 ലക്ഷം അല്ല, 60 ലക്ഷം, 60 കോടി സാറിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു ആളാണ് സാറ്. പുകഴ്ത്തല്ല, യാതൊരു സത്യസന്ധത പറയുന്ന. സത്യസന്ധതക്ക് വില ഉണ്ടല്ലോ. ഞാൻ സത്യസന്ധത മാനിക്കുന്ന ആളാണ് സാർ. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സും സത്യസന്ധതയാണ്. കാരണം എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യാൻ. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു വീട് പോലും ഇല്ലാത്ത ഒരാളാണ്. ഒരു വീട് എന്ന് പറഞ്ഞാൽ സാറ് എന്നെ ഞെട്ടിപ്പോൾ. ഞാൻ 69ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട്. പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടിയാണ്. ഇന്നും വാടക വീട്ടിലാണുള്ളത്. പക്ഷേ ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാം. സത്യസന്ധത മനസ്സുണ്ട്. പക്ഷേ ഇന്ന് സത്യസന്ധതയ്ക്ക് മുന്നിൽ ഏറ്റവും സത്യസന്ധത സാറിൻ്റെ ചാനലാണ്. അതിനെക്കൊണ്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എല്ലാവരും അഭിപ്രായം ഒരു പൊളിറ്റിക്സ് ആയിട്ട് പോവുകയാണെങ്കിൽ സാറും മറ്റേ USA തോമസ് സാറും പറഞ്ഞ മാതിരി എല്ലാവരും മുന്നിട്ട് ഒരു പ്രഗത്ഭമായ ഒരു പാർട്ടി നമുക്ക് തന്നെ ഉണ്ടാക്കല്ലേ സാർ. ജയം പരാജയം അങ്ങനെ തന്നെയല്ലേ പിന്നെ ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ ഒന്നും ആവില്ല കേരളത്തിൽ. പക്ഷെ രാഹുൽ മാങ്കൂട്ടിന് മുന്നിൽ നിർത്തി പ്രിയങ്ക ഗാന്ധി ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സത്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇവരറിയേണ്ടതൊക്കെ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒരു പര്യടനം നടത്തുകയാണെങ്കിൽ പ്രിയങ്കനെക്കാട്ടി ആൾക്കാരുണ്ടാവും. എല്ലാ സ്ഥലത്തും അത്ര പ്രഗത്ഭനായൊരു നേതാവായി മാറിക്കഴിഞ്ഞു സാർ രാഹുൽ മാക്കൂട്ടൻ. അതുകൊണ്ട് സാറ് ഇതിന് പിന്തുടർന്ന് തന്നെ ഇതാക്കുക. 5-8 കേസ് നിന്നോട്ടെ സാർ. അപ്പോൾ 25 കേസായാലും നമ്മൾ ധൈര്യം ഇടാതെ മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ പറയാൻ എനിക്ക്. ഇനിയും പറയാനുണ്ട്, പറയാതിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. സാറിൻ്റെ ചാനലിനോട് അനുകരിച്ചും കൊണ്ട്, അതിനുള്ള അഭിമാനം അർപ്പിച്ചുകൊണ്ട്, അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും സാർ. എല്ലാ ആശീർവാദങ്ങളും നേരുന്നു. നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.